ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എലോങ്കേറ്റഡ് ടോർട്ടൈസ്, ANRF, I2U2, ഗ്രാമീൺ കൃഷി മോസം സേവാ സ്കീം, പ്ലേസസ് ന്യൂസ് ആയിട്ട് സീ ഓഫ് ജപ്പാൻ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലോങ്കേറ്റഡ് ടോർട്ടോയ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ എലോങ്കേറ്റഡ് ടോർട്ടോയ്സിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഏഷ്യയിലും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ആയിട്ട് കാണപ്പെടുന്ന ഒരു ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ് ആക്ച്വലി എലോങ്കേറ്റഡ് ടോർട്ടോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് ആരവല്ലി റേഞ്ചസിൽ കാണപ്പെട്ടതായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 6 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എലോങ്കേറ്റഡ് ടോർട്ടോയ്സ് എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസ്ഡ് ടോർട്ടോയ്സ് ആണ്. ഇതിന്റെ ഫീച്ചേഴ്സ് പറയുന്ന സമയത്ത് ഇതൊരു മീഡിയം സൈസ്ഡ് ടോർട്ടോയ്സ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിനൊരു യെല്ലോയിഷ് ആയിട്ടുള്ള ബ്രൗൺ അല്ലെങ്കിൽ ഒലീവ് കളറിലുള്ള ഷെൽസ് ആണ് നോർമലി ഈ ഒരു ടോർട്ടോയ്സിന് കാണാറുള്ളത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഷെല്ലിൽ ബ്ലാക്ക് പാച്ചസ് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ ഷെല്ലിനകത്തുള്ള ഓരോ സ്കെയിലിനകത്തും ബ്ലാക്ക് പാച്ചസ് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് പാച്ചസ് ഈ പറയുന്ന ഓരോ സ്ക്യൂട്ടിൻ്റെയും മുകളിൽ കാണാൻ പറ്റും. സ്ക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോർട്ടോയ്സിന്റെ ഷെല്ലിനകത്ത് നമുക്ക് സെപ്പറേറ്റ് സ്കെയിലുകൾ പോലെ കുറേ പാറ്റേൺസ് കാണാൻ പറ്റും. അതിനെയാണ് സ്ക്യൂട്ട് എന്ന് പറയാം. ഓരോ സ്ക്യൂട്ടിനെയും സെൻട്രലായിട്ട് ഈ ബ്ലാക്ക് പാച്ചസ് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് ജനറലി. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ മേറ്റിംഗ് സീസൺ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രീഡിംഗ് സീസൺ വരുന്ന സമയത്ത് ഈ പറയുന്ന ടോർട്ടോയ്സിന്റെ നോസ്ട്രൈലിന്റെ അവിടെ, അതായത് മൂക്കിന്റെ അറ്റത്തായിട്ട് ഒരു പിങ്ക് റിംഗ് ഫോം ചെയ്യും. ഓക്കെ, ആ പിങ്ക് റിംഗ് എന്ന് പറയുന്നത് അത് മെയിൽസിനും ഫീമെയിൽസിനും ഒരുപോലെ വരും. അതേപോലെ തന്നെ ഐസിന്റെ സറൗണ്ടിങ് ഏരിയാസിലും ഇതേപോലെ പിങ്ക് കളർ കാണാറുണ്ട്. അപ്പോൾ ഈ ഫോട്ടോയിൽ, ഈ ന്യൂസിൽ വന്നിട്ടുള്ള ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഈ നോസിന്റെ എൻഡിലായിട്ട് ഒരു പിങ്ക് കളറിലുള്ള ഒരു റൗണ്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനെ കാണുന്ന ഏരിയാസ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫി അല്ലെങ്കിൽ അതിന്റെ ഹാബിറ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സാൽ ഡെസീഡിയസ് അല്ലെങ്കിൽ ഹില്ലി എവർഗ്രീൻ ഫോറസ്റ്റുകളിലാണ് ഈ ടോർട്ടോയ്സിനെ നോർമലി കാണാറുള്ളത്. ഇനി ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും അതുപോലെ തന്നെ സൗത്ത് ഏഷ്യയിലുമാണ് പ്രധാനമായിട്ടും ഇവറ്റകളെ കാണുന്നത്. അപ്പോൾ ആ ഒരു ഏരിയാസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും സൗത്ത് ഏഷ്യയിലും ഇവരെ കാണുന്ന ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ നോർത്തേൺ ഇന്ത്യയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന നേപ്പാൾ, ഭൂട്ടാന്, അതുപോലെ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലും, അതുപോലെ തന്നെ അവിടുന്ന് ഈസ്റ്റ് വേർഡ്സ് പോയി കഴിഞ്ഞാൽ മ്യാൻമാർ, തായ്ലൻഡ്, അതുപോലെ ഇൻഡോ ചൈന പെനിൻസുലയുടെ ഭാഗമായിട്ട് വിയറ്റ്നാം, കംബോഡിയ, ലാവോസ് പോലുള്ള മേഖലകൾ, അതുപോലെ തന്നെ ചൈനയിലെ ഗ്വാങ്ഷി പ്രൊവിൻസ് അതിന്റെ നോർത്തേൺ സൈഡ്, അതുപോലെ തന്നെ മലേഷ്യയുടെ ഈ പെനിൻസുലാർ മലേഷ്യയുടെ, അതായത് സിംഗപ്പൂരും മലേഷ്യക്ക് ഉൾപ്പെടുന്ന പെനിൻസുലാർ മലേഷ്യയുടെ സദേൺ ഏരിയാസിലും ഈ ടോർട്ടോയ്സിനെ കാണാറുണ്ട്. അപ്പൊ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് പ്രോമിനന്റ്ലി ഇവറ്റകളെ കാണുന്നത്. അതുപോലെ തന്നെ സൗത്ത് ഏഷ്യയിലെ ഇന്ത്യ, നോർത്ത് ഇന്ത്യ, അതുപോലെ തന്നെ നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ പ്രദേശങ്ങളിലും ഈ ടോർട്ടോയ്സിനെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ടോർട്ടോയ്സിന്റെ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആരവല്ലി റേഞ്ചസിൽ ഇതിന് മുമ്പ് ഇവറ്റകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അതായത് നോർമലി ഇവരെ കാണുന്ന ഒരു ഹാബിറ്റാറ്റ് ഏരിയ അല്ല ആരവല്ലി റേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് ഈ സ്പീഷീസ് പെടുന്ന ഒരു ഒറ്റ ടോർട്ടോയ്സിനെ മാത്രമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റു റീജിയനിൽ ഇതിന്റെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ സെപ്പറേറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഈസ്റ്റേൺ ഇന്ത്യയിലുള്ള ചോട്ടാ നാഗ്പൂർ പ്ലേറ്റിൽ ഈ പറയുന്ന എലോങ്കേറ്റഡ് ടോർട്ടോയ്സിന്റെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ടോർട്ടോയ്സ് പോപ്പുലേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ആ ഏരിയയിലുള്ള ഇൻഹാബിറ്റേഷൻ എന്ന് പറയുന്നത് ലോലാൻഡ്സും അതുപോലെ തന്നെ ഫുട് ഹിൽസും ആണ്. ഒരു സീ ലെവലിൽ നിന്ന് ഒരു 1000 മീറ്റേഴ്സ് ഉയരത്തിലുള്ള ഫുട് ഹിൽസ് ഒക്കെയാണ് ഇവരുടെ ഹാബിറ്റേഷൻ ആയിട്ട് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IUCNന്റെ റെഡ് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്പീഷീസ് ആണിത്. അവർ റെഡ് ലിസ്റ്റ് 2018 വന്നിട്ടുള്ള ലിസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ 2018 വന്നിട്ടുള്ള അപ്ഡേഷൻ അനുസരിച്ച് ഇപ്പോൾ അവരെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ANRFനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 11 വന്നിട്ടുണ്ട്. വിൻ വിൻ ഫോർ അക്കാദമി ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ നമ്മുടെ ഇന്ത്യനെ ഒരു നോളജ് ഡ്രിവൺ സൊസൈറ്റി ആക്കി മാറ്റുന്നതിൽ എത്രത്തോളം ക്രൂഷ്യൽ ആണെന്നുള്ളൊരു കാര്യമാണ് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 2023 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ബേസിക്കലി നേരത്തെ 2008 നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന ദ സയൻസ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ് അല്ലെങ്കിൽ SERB എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ടായിരുന്നു. അത് 2008 പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള
ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള ബോർഡാണ്. അതിനെ സബ്സ്യൂം ചെയ്തിട്ടാണ് ഇത് ANRF എന്ന് പറയുന്ന ഒരു പുതിയ ഫൗണ്ടേഷൻ ആയിട്ട് മാറുന്നത്. ഇനി ANRFന്റെ എയിംസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ R&D ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് സീഡ്, ഗ്രോ ആൻഡ് പ്രൊമോട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന റിസർച്ച് ആൻഡ് ഇന്നോവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കൾച്ചറിനെ വളർത്തിയെടുക്കുക. അപ്പോൾ അത് ഇന്ത്യയിലെ കോളേജുകളും യൂണിവേഴ്സിറ്റീസിലും റിസർച്ച് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും R&D ലബോറട്ടറീസിലും ഒക്കെ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു കൾച്ചർ ഫോസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി ഇവരുടെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ ഇന്ത്യയിൽ ഈ സയന്റിഫിക് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ അതിനകത്ത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള സയന്റിഫിക് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഹൈ ലെവൽ സ്ട്രാറ്റജിക് ഡിറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്പെക്സ് ബോഡി ആയിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഉന്നത സമിതിയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഇൻഡസ്ട്രി, അക്കാദമിയ, അതുപോലെ തന്നെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവർക്കൊക്കെ ഇടയിൽ ഒരു കൊളാബറേഷൻ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഇവർക്കിടയിൽ ഒരു ഇന്റർഫേസ് മെക്കാനിസം അല്ലെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം വളർത്തിയെടുക്കുക. അതിന്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രീസ്, സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, അതുപോലെ തന്നെ മറ്റുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏജൻസീസ്, അവർക്കിടയിലൊക്കെ ഒരു കമ്മ്യൂണിക്കേഷനും കോപ്പറേഷനും ഒക്കെ എൻഷുർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഗ്രാമീൺ കൃഷി മോസം സേവാ സ്കീമിനെ കുറിച്ചാണ്. അപ്പോൾ ഈ സ്കീമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഈ സ്കീമിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഫാർമേഴ്സിന് വെതർ അപ്ഡേറ്റ്സ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു, ഈ സ്കീമിന്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു ഡിസ്ട്രിക്ട് അഗ്രോ മെട്രോളജി യൂണിറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ DAMUs എന്ന് പറയുന്നത്. ഈ DAMUs 2018 ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ഈ ലോക്കൽ യൂണിവേഴ്സിറ്റീസും ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട്. പക്ഷേ ഈ DAMUs ഇപ്പോൾ ഈ കഴിഞ്ഞ മാർച്ചോട് കൂടിയിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നീതി ആയോഗിന്റെ ഒരു റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ അത് നമ്മുടെ ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടറിനകത്ത് ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കും. ആ റെക്കമെൻഡേഷൻ ആക്ച്വലി ഒരു ഫൂളിഷ്നെസ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ആയിരുന്നു എന്നുള്ള രീതിയിലാണ് ഒരു ആർട്ടിക്കിൾ ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 8 വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഈ സ്കീം അല്ലെങ്കിൽ ഈ GKMS അല്ലെങ്കിൽ ഗ്രാമീൺ കൃഷി മോസം സേവാ സ്കീം എന്ന് പറയുന്ന ഈ സ്കീം മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ കീഴിൽ വരുന്ന ഒരു സ്കീമാണ്. അപ്പോൾ ഈ സ്കീമിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇന്ത്യയിലെ കർഷകരായിട്ടുള്ള ആളുകൾക്ക്, ഇപ്പോൾ കൃഷിക്കാർ നമുക്കറിയാം ഇന്ത്യയിലുള്ള അഗ്രികൾച്ചറൽ സെക്ടറിനകത്തുള്ള മെജോറിറ്റി ആളുകളും ഈ മാർജിനൽ ലാൻഡ് ഓണേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാർജിനൽ അഗ്രികൾച്ചറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരാണ്. വളരെ ചെറിയ പാച്ചസ് ഓഫ് ലാൻഡ് മാത്രം ഹോൾഡ് ചെയ്യുന്ന കർഷകരാണ് ഇന്ത്യയിൽ മെജോറിറ്റി ഉള്ളത്. അപ്പോൾ അവർക്ക് അവരുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ബേസിക്കലി മാർജിനൽ ആയിട്ടുള്ള ഫാർമേഴ്സിന് ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും മേക്ക് ചെയ്യാനുണ്ടാവില്ല. സോ പ്രധാനമായിട്ടും ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഫാർമേഴ്സ് അഗ്രികൾച്ചർ നടത്തുന്നത് റെയിൻ ഫെഡ് വാട്ടേഴ്സിനെ അല്ലെങ്കിൽ റെയിനെ മറ്റുള്ള ക്ലൈമറ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള വെതർ അപ്ഡേറ്റ്സ് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ സ്കീം ഗവൺമെന്റ് ആരംഭിക്കുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ കീഴിലാണ് ഇത് വരുന്നത്. ഈ സ്കീമിന്റെ എയിം എന്ന് പറയുന്നത് ഈ ക്രോപ്പ് സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വൈസറീസ് ഫാർമേഴ്സിന്, ആക്യുറേറ്റ് ആയിട്ടുള്ള ക്രോപ്പ് സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വൈസറീസ് ഫാർമേഴ്സിന് ഫ്രീ ഓഫ് കോസ്റ്റ് അവരുടെ ലോക്കൽ ലാംഗ്വേജസിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഈ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന തലത്തിലുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസുമായിട്ടും അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചുമായിട്ടും യോജിച്ചിട്ടാണ് ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 പാർട്ടീസ് ഇതിനകത്ത് യോജിച്ചിട്ടാണ് ഈ പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഈ സ്കീമിന്റെ ഭാഗമായിട്ട് ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈ ക്രോപ്പ്, അതുപോലെ തന്നെ ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള വെതർ ബേസ്ഡ് അഗ്രോ അഡ്വൈസറീസ് ഈ ഫാമിംഗ് കമ്മ്യൂണിറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം ഈ കർഷകരായിട്ടുള്ള ആളുകൾക്ക് വെതർ അപ്ഡേറ്റ്സ് മാത്രം കിട്ടിയപ്പോൾ അത് ക്രോപ്പ് സ്പെസിഫിക് ആയിട്ട് കിട്ടണം. കാരണം ഓരോ ക്രോപ്പിനും വേണ്ട വെതർ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ക്രോപ്പ് സ്പെസിഫിക് ആയിട്ടുള്ള, ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള വെതർ അപ്ഡേറ്റ്സ് കൊടുക്കലാണ് ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഈ വെതർ അപ്ഡേറ്റ്സിന് വിളിക്കുന്നത് അഗ്രോ മെട്രോളജിക്കൽ അഡ്വൈസറി സർവീസ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ AAS എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ AAS പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന വെതർ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഡിസ്ട്രിക്ട് ലെവല് ഡിസ്ട്രിക്ട് അഗ്രോമെറ്റ് യൂണിറ്റുകൾ ഉണ്ടാവും. ഓക്കെ, ഡിസ്ട്രിക്ട് അഗ്രികൾച്ചർ മെട്രോളജിക്കൽ യൂണിറ്റുകൾ അല്ലെങ്കിൽ DAMUs ഉണ്ടാവും. അപ്പോൾ ഈ DAMUസിനകത്ത് മെട്രോളജിക്കൽ
കാര്യങ്ങളും അറിയുന്ന സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പേർട്സ് ജോലി ചെയ്യുന്നുണ്ടാവും. ഇത് ബേസിക്കലി ഈ ഡിസ്ട്രിക്റ്റുകളിൽ അല്ലെങ്കിൽ ബ്ലോക്ക് ലെവലിൽ വർക്ക് ചെയ്യുന്ന കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ DAMUs പ്രവർത്തിക്കുന്നത്. അവർ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഡാറ്റ, വെതർ ഡാറ്റ ബൈ വീക്ക്ലി ഡ്യൂറേഷനിൽ, അതായത് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കർഷകർക്ക് കൊടുക്കും. അത് ഇവർ SMS ആയിട്ടും അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ലോക്കൽ ലാംഗ്വേജസിലാണ് ഇവർ ഈ അപ്ഡേറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ കർഷകരായിട്ടുള്ള ആളുകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇത് മൾട്ടിമീഡിയ ചാനൽസിലൂടെയും അതുപോലെ തന്നെ SMS-ലൂടെയും മൊബൈൽ ആപ്ലിക്കേഷൻസിലൂടെയൊക്കെ ലോക്കൽ ലാംഗ്വേജസിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് നിർത്തലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നീതി ആയോഗ് ഈ ഒരു വെതർ സർവീസ് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഇതിന് ഓൾറെഡി ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റുള്ള വെതർ സർവീസസ് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഇത് ഓട്ടോമേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് ഇത് ഷട്ട് ഡൗൺ ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സ്കീം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സർവീസ് നിലവിൽ ഈ മാർജിനൽ ഫാമേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് അവൈലബിൾ അല്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഈ മേഖലയിലുള്ള പ്രൈവറ്റ് പ്ലേയേഴ്സ് ഈ സെയിം സർവീസസ് കൊടുക്കുന്നത് ഒരു ആനുവൽ സബ്സ്ക്രിപ്ഷൻ ബേസിലാണെങ്കിൽ ഒരു 20,000 തൊട്ട് 80,000 റുപ്പീസ് വരെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇയർലി സബ്സ്ക്രിപ്ഷൻ റേറ്റ് വരുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ് അല്ല അതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ അഗ്രികൾച്ചർ സെക്ടറിനകത്ത് ഫാർ റീച്ചിങ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻസ് ക്വസ്റ്റ്യൻസിനകത്തൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒക്കെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതിന് വലിയ രീതിയിലുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ആർട്ടിക്കിൾ വായിച്ചിരിക്കുന്നത് ഇപ്പോൾ മെയിൻസിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും തോന്നുന്നുണ്ട്. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് I2U2 എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവിനെ കുറിച്ചാണ്. അപ്പോൾ ഈ I2U2 എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അബുദാബിയുടെ ക്രൗൺ പ്രിൻസ് ഇപ്പോൾ ഇന്ത്യയിൽ വിസിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും UAE-യും തമ്മിൽ സിവിൽ ന്യൂക്ലിയർ കോർപ്പറേഷൻ പോലുള്ള പ്രധാനപ്പെട്ട ചില മേഖലകളിൽ, സിവിൽ ന്യൂക്ലിയർ കോർപ്പറേഷൻ അതുപോലെ തന്നെ LNG ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില ഏരിയാസിൽ ചില പ്രധാനപ്പെട്ട എഗ്രിമെന്റുകൾ സൈൻ ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 12 വന്നിട്ടുണ്ട്. ഇതിന് സിമിലർ ന്യൂസസ് നിങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പ്രസിലും കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഈ ന്യൂസിനകത്ത് പരാമർശിക്കുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ് ഈ I2U2 എന്ന് പറയുന്നത്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റാണ് നമ്മൾ I2U2 കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ I2U2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ, അതുപോലെ ഇസ്രായേൽ, US, അതുപോലെ തന്നെ UAE, ഈ 4 രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പിങ്ങിനെയാണ് I2U2 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഇറ്റ്സ് എ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ, ഇസ്രായേൽ, UAE ആൻഡ് US എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവരെ പൊതുവായിട്ട് ബാധിക്കുന്ന ഗ്ലോബൽ ചാലഞ്ചസ് ടാക്കിൾ ചെയ്യുക, അതുപോലെ തന്നെ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഒരു പ്രധാനമായിട്ടും ഈ സ്പേസ് സെക്ടറിലുള്ള കോപ്പറേഷൻ, ഇൻവെസ്റ്റ്മെന്റ്, മറ്റുള്ള എക്കണോമിക് ഏരിയാസിലുള്ള ട്രേഡ് പോലുള്ള മേഖലകളിലുള്ള കോപ്പറേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2021 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 2022 ഇതിന്റെ ആദ്യത്തെ സമ്മിറ്റ് നടക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് 2021 എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്നൊന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഇതൊരു മിഡിൽ ഈസ്റ്റ് ക്വാഡാണ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ 4 രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു കോപ്പറേഷനാണ് ക്വാഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഒരു സെക്യൂരിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന, സെക്യൂരിറ്റി സെക്ടറിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വെസ്റ്റ് ഏഷ്യൻ ക്വാഡ്, അല്ലെങ്കിൽ ക്വാഡിന്റെ ഒരു വെസ്റ്റ് ഏഷ്യൻ മോഡൽ, അല്ലെങ്കിൽ ഒരു മിഡിൽ ഈസ്റ്റേൺ മോഡലാണെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവരുടെ പ്രയോറിറ്റി ഏരിയാസ് ഒക്കെ ഓൾറെഡി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ക്വാഡിന്റെ കേസിൽ ക്വാഡ് കുറച്ചും കൂടി ഒരു സ്ട്രാറ്റജിക്കലി തിങ്കിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡിഫൻസിന് പ്രാധാന്യം, സെക്യൂരിറ്റി ഏരിയാസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണെങ്കിൽ ഈ I2U2 എന്ന് പറയുന്നത് കുറച്ചും കൂടി എക്കണോമിക് കോപ്പറേഷനും ഇൻവെസ്റ്റ്മെന്റിനും അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, എസ്പെഷ്യലി സ്പേസ് സെക്ടറിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാഡും ഇതും തമ്മിൽ വിസിബിൾ ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇങ്ങനെ ഒരു പേര് ഇവർക്ക് ഉണ്ടായിരുന്നു എന്നും കൂടി അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ഇത് ഇൻഡോ എബ്രഹാമിക് അലയൻസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു I2U2 എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് പോസിബിൾ ആവാനുള്ള കാരണം 2020 US ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഭരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഈ അറബ് രാജ്യങ്ങൾക്കും ഇസ്രായേലിനും ഇടയിലുള്ള ബന്ധം നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നീട് എബ്രഹാം അക്കോർഡ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ എബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്ന എഗ്രിമെന്റുകൾ സൈൻ ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ അതുവരെ അംഗീകരിച്ചിട്ടില്ലാത്ത ചില അറബ് രാജ്യങ്ങൾ, ഇപ്പോൾ ബഹ്റൈൻ, അതുപോലെ തന്നെ UAE, മൊറോക്കോ, സുഡാൻ എന്നീ 4 രാജ്യങ്ങൾ എബ്രഹാം അക്കോർഡ്സ് ഇസ്രായേലുമായിട്ട് സൈൻ ചെയ്തിട്ട് ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻസ് നോർമലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു UAE-യും ഇസ്രായേലും ഒക്കെ തമ്മിലുള്ള നോർമലൈസേഷൻ കൊണ്ടാണ് ഈ I2U2 എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് സാധ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ I2U2 കുറിച്ച് ഇപ്പോൾ പറയുന്ന മറ്റൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് I2U2+ എന്ന് പറയുന്ന ഒരു ഐഡിയയും കൂടി പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഇനീഷ്യേറ്റീവിനകത്ത്
ഈജിപ്ത് അതുപോലെ തന്നെ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഇപ്പോൾ സൗദി അറേബ്യയുടെ ഒക്കെ കേസിൽ സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ നോർമൽ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് നിലവിലില്ല. സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനെ ഇപ്പോഴും ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്താണ് ഇപ്പോൾ October 7 ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അത് ഏകദേശം ഒരു സ്റ്റോൾഡ് ആയിട്ടുള്ള അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഈ I2U2+ എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവും ഈ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ India-US റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ India-UAE റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വെസ്റ്റ് ഏഷ്യൻ സ്ട്രാറ്റജിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു I2U2 എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവിനെ മനസ്സിലാക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് സീ ഓഫ് ജപ്പാൻ ആണ്. അപ്പോൾ ഈ സീ ഓഫ് ജപ്പാൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മാർജിനൽ സീ ആണെന്ന് മനസ്സിലാക്കുക. മാർജിനൽ സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷാലോ വാട്ടർ ഉള്ള ഏകദേശം കംപ്ലീറ്റ്ലി ഓപ്പൺ ഓഷൻസിൽ നിന്ന് എൻക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്ന, ഇപ്പോൾ ലാൻഡ് ഏരിയാസ് കാരണം അല്ലെങ്കിൽ ഐലൻഡ്സ് കാരണമൊക്കെ എൻക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്ന വാട്ടർ ബോഡീസിനെയാണ് മാർജിനൽ സീ എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാർജിനൽ സീ ആണ് ഈ സീ ഓഫ് ജപ്പാൻ എന്ന് പറയുന്നത്. ഈ സീ ഓഫ് ജപ്പാന്റെ ബോർഡറിങ് ഏരിയാസ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു നോർത്തേൺ സൈഡ് ഏകദേശം കംപ്ലീറ്റ്ലി ഫാർ ഈസ്റ്റേൺ റഷ്യയുടെ ഫാർ ഈസ്റ്റേൺ റീജിയൻ ആണ്, അല്ലെങ്കിൽ മെയിൻലാൻഡ് ഏഷ്യൻ ലാൻഡ് മാസ് ആണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ വെസ്റ്റേൺ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൊറിയൻ പെനിൻസുലയാണ്, അതായത് നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയാണ്. അതിന്റെ താഴത്തായിട്ട് ഈ ജാപ്പനീസ് ആർച്ചിപ്പലാഗോയുടെ ഭാഗമായിട്ടുള്ള ഹോൻഷു, ക്യുഷു, അതുപോലെ തന്നെ ഹൊക്കൈഡോ എന്നൊക്കെ പറയുന്ന ഐലൻഡുകളുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ എക്സ്ട്രീം ഈസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നോർത്ത് ഈസ്റ്റേൺ സൈഡിലായിട്ട് റഷ്യയുടെ തന്നെ ഭാഗമായിട്ടുള്ള സഖാലിൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ഐലൻഡ് ഉണ്ട്, അതാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഐലൻഡുകളും അതുപോലെ തന്നെ ഈ റഷ്യയുടെ ഫാർ ഈസ്റ്റും മെയിൻലാൻഡ് ഏഷ്യൻ റീജിയൻസും അതുപോലെ തന്നെ കൊറിയൻ പെനിൻസുലൊക്കെ ആയിട്ട് എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡിയാണ് സീ ഓഫ് ജപ്പാൻ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള എൻക്ലോസ്ഡ് വാട്ടർ ബോഡി ആയതുകൊണ്ട്, ഒരു മാർജിനൽ സീ ആയതുകൊണ്ട് തന്നെ ഓപ്പൺ ഓഷനിൽ നിന്ന് ഏകദേശം കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ മെഡിറ്ററേനിയൻ സീ ഒക്കെ പോലെ തന്നെ ഈ സീ ഓഫ് ജപ്പാനിൽ അപൂർവമായിട്ട് മാത്രമേ ടൈഡുകൾ വരാറുള്ളൂ. ഈ വേലിയേറ്റം, വേലിയിറക്കം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാറുള്ളൂ. അതായത് യൂഷ്വലി ഇവിടെ ടൈഡുകൾ ഉണ്ടാവാറില്ല എന്നാണ് പറയാറുള്ളത്. ഓക്കെ, ടൈഡുകൾ ഉണ്ടാകുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ. യൂഷ്വലി ടൈഡുകൾ ഇല്ലാത്ത ഒരു സീ ആണ് സീ ഓഫ് ജപ്പാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സീ ഓഫ് ജപ്പാന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് വലിയ ഐലൻഡുകളോ അല്ലെങ്കിൽ ബേകളോ ഓക്കെ അതുപോലെ തന്നെ കേപ്സോ ഒന്നും ഇല്ലാത്ത, അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്തൊരു സീ ആണ് സീ ഓഫ് ജപ്പാൻ എന്ന് പറയുന്നത്. ഇനി ഈ സീ ഓഫ് ജപ്പാനെ ഈ ഓപ്പൺ ഓഷനുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള വാട്ടർ ബോഡീസുമായിട്ട് കണക്ട് ചെയ്യുന്നത് മൊത്തം ചെറിയ കുറച്ച് സ്ട്രൈറ്റുകളാണ്. അപ്പൊ ആ സ്ട്രൈറ്റുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. സീ ഓഫ് ജപ്പാനെ സീ ഓഫ് ഒക്കോട്സ് എന്ന് പറയുന്ന ഒരു കടലുണ്ട്, അതായത് ഈ റഷ്യയുടെ ഒക്കെ നോർത്തേൺ സൈഡിലായിട്ട്, ഫാർ ഈസ്റ്റേൺ റഷ്യയുടെ ഒക്കെ നോർത്തേൺ സൈഡിലായിട്ട് കിടക്കുന്ന സീ ഓഫ് ഒക്കോട്സ്ക് എന്ന് പറയുന്ന ഒരു സീ ഉണ്ട്. അതുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ ഫാർ ഈസ്റ്റേൺ റഷ്യയുടെ ഏഷ്യൻ മെയിൻലാൻഡിന്റെ ഭാഗമായിട്ട് കിടക്കുന്ന സ്ഥലത്തിനും അതുപോലെ തന്നെ ഈ സഖാൽ എന്ന് പറയുന്ന ഐലൻഡിനും ഇടയിൽ കിടക്കുന്ന സ്ട്രൈറ്റ് ഓഫ് ടാർട്ടറി എന്ന് പറയുന്ന സ്ട്രൈറ്റ് ആണ്. ഇനി അതുപോലെ തന്നെ ഈ സീ ഓഫ് ജപ്പാനെ സീ ഓഫ് ഒക്കോട്സ്കുമായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റൊരു സ്ട്രൈറ്റ് ആണ് സ്ട്രൈറ്റ് ഓഫ് ലാ പെറോസ് അല്ലെങ്കിൽ സോയ സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സോയ സ്ട്രൈറ്റ് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ഓഫ് ലാ പെറോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന സഖാൽ എന്ന് പറയുന്ന ഐലൻഡിനും അതുപോലെ തന്നെ ജപ്പാന്റെ ഭാഗമായിട്ടുള്ള ഹൊക്കൈഡോ ഐലൻഡിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രൈറ്റ് ആണ്. അതുപോലെ തന്നെ ഈ സീ ഓഫ് ജപ്പാനെ പസഫിക് ഓഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ട്രൈറ്റ് ആണ് സ്ട്രൈറ്റ് ഓഫ് സൊങ്കാരു എന്ന് പറയുന്നത്. അത് ബേസിക്കലി ഈ പറയുന്ന ഹൊക്കൈഡോ ഐലൻഡിനെയും ജപ്പാന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഹോൻഷു ഐലൻഡിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രൈറ്റ് ആണ്. ഈ സ്ട്രൈറ്റ് ആണ് സീ ഓഫ് ജപ്പാനെ പസഫിക് ഓഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ജപ്പാന്റെ ഭാഗമായിട്ടുള്ള ഹോൻഷു ഐലൻഡിനെയും ഈ ക്യുഷു ഐലൻഡിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാൻമോൺ സ്ട്രൈറ്റ് എന്ന് പറയുന്ന മറ്റൊരു സ്ട്രൈറ്റ് ഉണ്ട്. അതുപോലെ സീ ഓഫ് ജപ്പാനെ ഈസ്റ്റ് ചൈന സീയുമായിട്ടും അതുപോലെ യെല്ലോ സീയുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ജാപ്പനീസ് ഐലൻഡ്സിനെ കൊറിയൻ പെനിൻസുലയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രൈറ്റ് ആണ് കൊറിയ സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന 5 പ്രധാനപ്പെട്ട സ്ട്രൈറ്റുകളാണ് സീ ഓഫ് ജപ്പാനെ ഔട്ട്സൈഡ് വേൾഡുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള വാട്ടർ ബോഡീസുമായിട്ട് കണക്ട് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.